തസ്കിയ 312 സഹാബി ചരിതം 17 തുടർച്ച. സൽമാനുൽ ഫാരിസി അമ്മൂരിയയിൽ തൻ്റെ ആടുകളെയും മാടുകളെയും പരിപാലിച്ചുകൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട പ്രവാചകൻ്റെ ആഗമനവും കാത്തിരിക്കുകയാണ്. ആ അക്ഷമ കാത്തിരിപ്പിൻ്റെ ഇടയിൽ കെൽബ് ഗോത്രക്കാരായ ഒരുപക്ഷം അറബികൾ ആ വഴിക്ക് നടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരോടായി സൽമാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കൂടെ കൂട്ടുമോ? എൻ്റെ ആടുകളെയും മാടുകളെയും നിങ്ങൾക്ക് നൽകാം. നിങ്ങളുടെ നാട്ടിലേക്ക് എന്നെയും കൊണ്ടുപോകുമോ? തീർച്ചയായിട്ടും അവർ അംഗീകരിച്ചു. അങ്ങനെ വാദിൽ ഖുറ എന്ന് പറയുന്ന മദീനയുടെ സമീപത്തെത്തി. എന്നെ അവർ ഒരു ജൂതനെ വിറ്റു. ഇതുവരെ സ്വതന്ത്രനായിരുന്ന സൽമാൻ ഇപ്പോൾ അടിമയാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകളിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് 10 ചില്ലാനം ആളുകളുടെ അടിമപ്പണി എടുത്ത് കൈമാറി അടിമവൃത്തിയുടെ എല്ലാവിധ പ്രയാസങ്ങളും സഹിച്ച ആളാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറയുന്നു, വാതിൽ ഖുറയിലെത്തിയപ്പോൾ എനിക്ക് ധാരാളം ഈന്തപ്പന തോട്ടങ്ങൾ കാണാൻ കഴിഞ്ഞു. എനിക്ക് ബോധ്യപ്പെട്ടു, എന്നോട് പറഞ്ഞ ആ രാജ്യം ഇതു തന്നെയാണ്. എന്നെ വാങ്ങിയ ആ ജൂതൻ്റെ കയ്യിൽ തന്നെ ഞാൻ ജോലി ചെയ്തുകൊണ്ട് താമസിച്ചു അവിടെ. ബനൂ ഖുറൈദ ഗോത്രത്തിൽപ്പെട്ട മറ്റൊരു ജൂതൻ എൻ്റെ യജമാനനെ കാണുകയും എന്നെ അദ്ദേഹത്തോട് കാശ് കൊടുത്ത് വാങ്ങുകയും ചെയ്തു. അയാൾ എന്നെ കൊണ്ടുപോയത് മദീനയിലേക്കാണ്. അള്ളാഹുവിൻ്റെ നിയോഗമായിരുന്നു അത്. ആ മദീനയുടെ എല്ലാ വിശേഷങ്ങളും എനിക്ക് മനസ്സിലായി. അവിടെയുള്ള ഈന്തപ്പന തോട്ടത്തിൽ ജോലിയെടുത്തുകൊണ്ട് ഞാൻ മദീനയിൽ താമസിച്ചു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപ്പോഴേക്ക് അള്ളാഹു മക്കയിൽ പ്രവാചകരായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിരന്തരമായി എൻ്റെ ജോലിയിൽ മുഴുകിയ കാരണം കൊണ്ട് അക്കാര്യം ഞാൻ അശ്രദ്ധനായിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നു. ഖുബായിൽ ബനു അംർ ഇബ്നു ഔഫിൻ്റെ വീട്ടിൽ വന്നിറങ്ങി. ആ സമയത്ത് ഞാൻ മദീനയിലെ ഒരു ഈന്തപ്പനയുടെ മുകളിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൊല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴുണ്ട് എൻ്റെ യജമാനനായ ആ ബനൂ ഖുറൈദക്കാരനായ വ്യക്തിയുടെ പിതൃ സഹോദരൻ്റെ മകൻ എന്നിട്ട് പറഞ്ഞു, ഐ ഫുലാൻ, ചങ്ങായി, ഖാത്തലല്ലാഹു ബനി കൈല, ബനു കൈലക്കാരെ അള്ളാഹു നശിപ്പിക്കട്ടെ. ഒരു പ്രയോഗമാണ് സാധാരണ പറയുന്ന. ബനു കൈല എന്ന് പറഞ്ഞാൽ ഔസ്, ഹസ്റജ് എന്നീ 2 വിഭാഗത്തെപ്പറ്റി പറയുന്ന പേരാണ്. മറത്തു ബിഹി മാനിഫൻ വഹും മുജ്തമിഊന അലാ റജുലിൻ ഖദിമ അലൈഹിം മിൻ മക്കത്ത് യസ്ഉമു അന്നഹു നബിയുൻ. നബിയാണ് എന്നും പറഞ്ഞ് മക്കത്തു നിന്ന് വന്ന ഒരു വ്യക്തിയുടെ സമീപത്ത് അവരെല്ലാവരും കൂടി സംഗമിച്ചിട്ടുണ്ട്. ഞാൻ അവരെ സമീപത്തൂടെ ഇപ്പം നടന്നു വരുന്നത് എന്ന് അയാൾ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കേണ്ട താമസം അഹദനിയൽ ഖുറു, എനിക്ക് എന്തോ ഒരു തണുപ്പ് എൻ്റെ അടി മുതൽ മുടി വരെ എന്നെ പിടികൂടിയതായി തോന്നി. കാരക്ക മരം എന്നെക്കൊണ്ട് കുലച്ചു, അത് വിറച്ചുപോയി. ഞാൻ നിലത്ത് വീഴുമോ എന്ന് പേടിച്ചു. പെട്ടെന്ന് ഞാൻ ചാടി ഇറങ്ങി അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന്. ഞാൻ ചോദിച്ചു, മാ ഹാദൽ ഖബർ, എന്താ ഈ പറഞ്ഞത്, ഒന്നുകൂടെ ആവർത്തിക്കാമോ? ഇത് കേട്ട മാത്രമേ ആളെന്നെ ഇടിച്ചു. എന്നോട് പറഞ്ഞു, അവാൻ തവതാക്ക, നിനക്കെന്താ ശ്രദ്ധിച്ചിട്ട്, നീ നിൻ്റെ പണിയെടുത്തോ? അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടി കൊണ്ട് പണിയിൽ മുഴുകി വൈകുന്നേരമായപ്പോൾ കുറച്ച് നല്ല കാരക്കുകൾ യജമാനൻ്റെ സമ്മതപ്രകാരം സംഘടിപ്പിച്ചിട്ട് ഞാൻ അത് കൊണ്ടുപോയി കൊടുത്തു. ആ സമയത്ത് ഖുബായിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഞാൻ സ്വതക്ക ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. നിങ്ങൾ സ്വാലിഹായ മനുഷ്യനാണ്. നിങ്ങളുടെ കൂടെ സാധുക്കളെ കുറേ ആൾക്കാരുമുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്.
നിങ്ങളാണ് അതിനേറ്റവും അർഹരായവർ എന്നും പറഞ്ഞിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ആ വട്ടി വെച്ചു കൊടുത്തപ്പോൾ കഴിക്കാൻ കൂട്ടാക്കിയില്ല. തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, കുലു, നിങ്ങൾ തിന്നോളി. അവരെല്ലാവരും തിന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, ഹാദിഹി വാഹിദ, ഇത് ആ അമൂരിയിൽ വെച്ച് പറഞ്ഞ പുരോഹിതൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ട് മൂന്ന് അടയാളം പറഞ്ഞിരുന്നു. അതിലൊന്നാമത്തെ അടയാളമാണ് ആ പ്രവാചകൻ സ്വതക്ക ഭക്ഷിക്കുകയില്ല. എനിക്ക് നേരിൽ ബോധ്യപ്പെട്ടു, ഞാൻ കൊണ്ടുപോയ സ്വതക്ക കഴിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കൂട്ടുകാരോട് ഭക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അയാൾ മാറി നിന്നു. മഹാനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കാണുന്നത് ഇങ്ങനെ ഖുബായിൽ വെച്ചാണ്. പരീക്ഷണാർത്ഥം കാരക്ക കൊടുത്തു. സ്വതക്കയായതുകൊണ്ട് ഭക്ഷിക്കാൻ തയ്യാറായില്ല.